ഇന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പിണറായിയെ വിളിക്കുമ്പോൾ മരുമോനെ കൂടി വിളിക്കണമോ എന്ന് പുച്ഛഭാവത്തോടെ ചോദിക്കുന്നത് കേട്ടു. രാജീവ് ചന്ദ്രശേഖർ ഒരു മരുമോനാണ്. എന്താണ് ആ മരുമോൻ്റെ ഗുണം? തൻ്റെ അമ്മായി അച്ഛനുമായി വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിൽ JTL എന്ന് പറയുന്ന കമ്പനിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾ നടന്നു. അവസാനം വിധി വന്നു. രാജീവ് ചന്ദ്രശേഖർ കോടികൾ കൈക്കലാക്കി. അതുമായി കർണാടകയിൽ നിന്ന് തട്ടിയെടുത്ത ഒരു JDUവിൻ്റെ സീറ്റുമായി രാജ്യസഭയിലെത്തി. അവിടെ നിന്ന് പോക്കറ്റിലെ കാശിൻ്റെ കനം കാണിച്ച് BJPയുടെ കണ്ണ് മഞ്ഞളിച്ചപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ BJPയുടെ അധ്യക്ഷനായി മാറി. പ്രധാനമന്ത്രിയോ ഏത് കേന്ദ്ര നേതാക്കൾ വന്നാലോ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ കയറി ഞെളിഞ്ഞിരിക്കും രാജീവ് ചന്ദ്രശേഖർ. ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോയി ഒരു പ്രവർത്തനം നടത്താനോ ഈ നാടിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ 10 സെക്കൻഡ് സംസാരിക്കാനോ കഴിവില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ ആരോടാണ് പറയുന്നത്? ഈ നാട്ടിൽ സാധാരണ ജനങ്ങളുടെ വോട്ട് നേടി പലതവണ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന മുഹമ്മദ് റിയാസിനോട് എന്തർഹതയാണ് പ്രധാനമന്ത്രിയുടെ ഷോയിൽ വന്ന് നിൽക്കാനുള്ള അവകാശം എന്താണെന്ന്. കൃത്യമായി വോട്ട് തേടി ജയിച്ചു വരികയും മന്ത്രിയാവുകയും ഈ നാട്ടിൽ കൃത്യമായി വികസനങ്ങൾ പറഞ്ഞ് 3ാം വട്ടവും വിജയിക്കാനായുള്ള പോരാട്ടത്തിനിറങ്ങാൻ പോകുന്ന റിയാസിനോടാണ് ഈ കൊഞ്ഞനം കുത്തലെന്ന് കൂടി വരുമ്പോഴാണ് BJP നേതാക്കളോടുള്ള സ്ഥിരം പുച്ഛഭാവം കേരളത്തിന് വീണ്ടും ഇന്നത്തെ രാജീവിൻ്റെ പ്രസ്താവനയോട് ഇടാനായി തോന്നുന്നത്. ഇന്ന് നടക്കുന്ന മറ്റൊരു വലിയ ചർച്ച കൂടിയുണ്ട് ഈ നാട്ടിൽ. പിണറായി വിജയനും നിതിൻ ഗഡ്കരിയും മുഹമ്മദ് റിയാസും ഒരൊറ്റ ഫ്രെയിമിൽ ഇരിക്കുക. എന്തിനായിരുന്നു ആ ഫ്രെയിം? ചായക്കടയിൽ പരിപ്പുവട കഴിക്കാനിരുന്നതല്ല. ഈ നാട്ടിലെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മുന്നോട്ട് വന്നപ്പോൾ ആ ചർച്ചകൾക്ക് ഈ നാടിലെ PWD മിനിസ്റ്ററും ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയും ഇരുന്ന കൃത്യമായ ചർച്ചയുടെ ഫോട്ടോകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമുണ്ട്, ഈ നാട്ടിൽ ഈ സംസ്ഥാനത്തല്ലാതെ മറ്റൊരു സംസ്ഥാനത്ത് ഇതേപോലെ വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല ഒരു സർക്കാരിനും. BJPയിലെ രാജീവ് ചന്ദ്രശേഖരനും S സുരേഷും അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJPയിലെ നിങ്ങളുടെ മുൻ അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പണ്ട് പിണറായി വിജയന് ഗെയിലും ഹൈവേയും ഒരുമിച്ച് നടപ്പാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം വൈഭവമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ പറയുമെന്ന്. സുരേന്ദ്ര, പറഞ്ഞുകൊള്ളൂ നെഞ്ചിൽ കൈവച്ച്. വൈഭവമുള്ള ഇരട്ടച്ചങ്കുള്ള നിലപാടുള്ള രാഷ്ട്രീയക്കാരനാണ് പിണറായി എന്ന്. കാരണം 1ഉം 2ഉം ഊഴം കഴിഞ്ഞപ്പോൾ ഗെയിൽ പദ്ധതിയും ഈ നാടിൽ പറഞ്ഞ വില കൊടുത്ത് കിഫ്ബിയിൽ നിന്ന് കാശ് കൊടുത്ത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും ചെയ്യാത്തത്ര കാശ് കൊടുത്ത് നേടിയെടുത്ത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന് സ്വപ്ന പദ്ധതിയായ ഹൈവേയും കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും രാഷ്ട്രീയ കേരളവും നിഷ്പക്ഷ മനസ്സുള്ള രാഷ്ട്രീയ കേരളത്തിലെ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു റിയാസിനെയും ഈ സർക്കാരിനെയും എന്ന് ഇനി അറിയാൻ ദിവസങ്ങളേറെയില്ല.